ഗുഡ് മോർണിംഗ് അന്നസുബാദിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തിരിക്കുന്ന കെട്ടിയോട് ഇങ്ങനെ ചൊറിഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് ക്യാമറ ഓണാക്കി എന്നാൽ കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണിക്കുള്ള എല്ലാം വാങ്ങാൻ പോവാണ്. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ. കൂട്ടുകാരിയല്ല, സോണി ചേച്ചി കുറേ എന്നോട് കപ്പ ബിരിയാണി ഉണ്ടാക്കിത്താ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാം എന്ന് ഓർത്തിട്ട് എല്ല് വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചില സമയം എൻ്റെത് ഓൾമോസ്റ്റ് എപ്പോഴും കപ്പ ബിരിയാണി നന്നാവാറുണ്ടല്ലേ മനസ്സിലായി. എൻ്റെ കപ്പ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി മോശമാവാറില്ല. ഇപ്രാവശ്യം കുറച്ച് എല്ല് കൂടുതൽ വാങ്ങണം, എന്നിട്ട് ഫ്രീസറിൽ വെച്ച് കോഴിക്കോട് കൊണ്ടുപോകണം. കോഴിക്കോടുള്ളവരും കപ്പ ബിരിയാണി വയ്ക്കുന്ന കുറേയായി, ഞാൻ ഇതുവരെ ആക്കി കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് കപ്പ ബിരിയാണി വിശേഷങ്ങൾ കാണാം. ഞാൻ നല്ലോണം മെലിഞ്ഞപ്പോൾ എൻ്റെ മുഖം അങ്ങോട്ട് ചൊട്ടിപ്പോയി. എനിക്ക് കുറയ്ക്കേണ്ടിയിരുന്നത് അരക്കി കിഴപ്പോട്ടാണ്, പക്ഷെ അവിടെ വല്ല മാറ്റമൊന്നുമില്ല. ഇന്നലെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പം നടക്കാൻ പോകുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു. മഴക്കാലമാകുമ്പം അല്ലെങ്കിൽ ഈ സമയമാണെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നവരെ കാണാം. കുറച്ച് നേരത്തെ ആട്ടോ ഞങ്ങൾ കപ്പയിൽ വാങ്ങാൻ പോകുന്നത്. സാറേ 8 മണിയായി എന്നൊക്കെ പറഞ്ഞത് എന്തിനാ? ഈ മനുഷ്യൻ എന്തിനാ എൻ്റെ വീഡിയോയിൽ കയറി ഇടപെടുന്നത്? ഇത് എൻ്റെ ചാനൽ. ജോൺസൺ വേറെ ചാനൽ തുടങ്ങിയിട്ട് ജോൺസന്റെ കാര്യങ്ങൾ പറയും. ഇത് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ള ചാനൽ. അപ്പോൾ ഈ മനുഷ്യനെല്ലാം നശിപ്പിച്ചല്ലോ, മൂട് കളഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് ചേമ്പിലയൊക്കെ പറിച്ച് താളപ്പൊക്കെ ഉണ്ടാക്കണം. അമ്മയ്ക്ക് ഇല കൊണ്ട് കൊടുക്കണം. അപ്പൊ അമ്മ താളപ്പം ഉണ്ടാക്കി തരും. അമ്മ കുറച്ച് എന്താ പറയാ തിരക്കിലാട്ടോ, അതുകൊണ്ട് അമ്മേനെ നിങ്ങൾ വീഡിയോയിൽ കാണാത്തത് എന്നൊക്കെ പറയുമ്പോൾ മരുമോൻ അടുത്തിരുന്ന് ചിരിക്കുക. പോ മരുമോനെ. അപ്പൊ സോണി ചേച്ചി എന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ സഹായിക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പൊ ഇന്ന് ഫുൾ നമുക്ക് കപ്പ ബിരിയാണി വ്ളോഗാണ്. നമ്മൾ കോഴിക്കോട് കട തുടങ്ങാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. വ്യവസായ കേന്ദ്രം. എനിക്ക് ആദ്യമായിട്ട് ലോൺ തന്ന സ്ഥലമാണിത്. കൊളാട്രലില്ലാതെ 25,000 രൂപ PMRY ലോൺ. 25,000 PMRY. പണ്ട് പ്രസാദേട്ടനൊക്കെ എനിക്ക് എടുത്തു തന്നെ ട്യൂഷൻ സെന്റർ തുടങ്ങാന്ന് പറഞ്ഞിട്ട്. ആ മാർക്കറ്റിലൊന്നും മീനും ഒന്നും ഇല്ല കേട്ടോ. മഴയായിട്ടാണോന്ന് അറിയില്ല. അപ്പൊ നമ്മള് 2-3 സ്ഥലത്ത് പോയി. ആടാടാടാ, നിന്റെ ജീവിതം എന്ത് സുഖാടാ. ഒരു പണി എടുക്കണ്ട, പിന്നെ നടക്കാനാശാൻ. വ്ളോഗാണോ എന്ന് ചോദിക്കുക. പക്ഷേ ബീഫ് വാങ്ങി. അതെ, നമ്മുടെ ബീഫൊക്കെ വാങ്ങി. നമ്മള് കപ്പയിലൊക്കെ കാറില് ബക്കറ്റിലാക്കി പോവുകയാണ്. ഇത് വാങ്ങണ്ടേ? ഇനി ഞങ്ങൾ കപ്പ വാങ്ങണ്ടേ? കപ്പ ബിരിയാണിക്ക് ഇപ്രാവശ്യം കിട്ടിയ എല്ലൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നെയ്യൊക്കെ ഉള്ള ഇത് വാങ്ങിയാലാണ് കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, ഇതുപോലെ വാങ്ങണം. പിന്നെ മസാലയൊക്കെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മായി വന്നിട്ടുണ്ട്. ഇന്ന് സുന്ദരി അമ്മായി ഇതൊക്കെ നുറുക്കുന്നു. നിങ്ങൾ ചോദിക്കും എന്തിനാണെന്ന് ചേച്ചി ഇത്ര കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ എത്ര കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലും തുള്ളി പോലും ബാക്കിയാവില്ല. ബിക്കോസ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാൽ ഞാൻ കുറെ പേരോട് കടപ്പാടുണ്ട് കപ്പ ബിരിയാണി കൊടുക്കാൻ. അപ്പം എല്ലാവർക്കും കപ്പ ബിരിയാണി എൻ്റെ കപ്പ ബിരിയാണി തിന്നവരൊക്കെ പിന്നെ വീണ്ടും ചോദിച്ചു. അതന്നെ നമ്മള് കപ്പ ബിരിയാണി കട തുടങ്ങുന്നുണ്ട്. കപ്പ ബിരിയാണി കട തുടങ്ങുന്നുണ്ട് കോഴിക്കോട്. ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അതെ, ഞങ്ങളെല്ലാരും ഉണ്ടാവും. നിങ്ങൾ വരണം അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് തിന്നിട്ട് കഴിക്കണം, അഭിപ്രായം പറയണം. നമുക്ക് അടുപ്പത്ത് തിരിഞ്ഞത്തെ ചക്കടയും ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. ജോൺ ചേട്ടായി, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആ ചങ്ങായിനെ കുറെ നേരം വിളിക്കുന്നുണ്ട്. ചക്ക ജോക്കുട്ടാ. ഈ അടുക്കള ഉപയോഗിക്കാറില്ല, ഇനിയൊട്ട് ഉപയോഗിക്കണം. ഞാൻ അല്ലെങ്കിൽ ചത്തുപോയാൽ എനിക്ക് സങ്കടമാണല്ലേ. ഞാൻ അടുക്കള ഉപയോഗിച്ചില്ലല്ലോ. ജോക്കുട്ടാ, വാതിലും ബാത്റൂമും ഒക്കെ പൂട്ടി കുളിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ബാത്റൂം പൂട്ടിയാ പോരെ, എന്തിനാ ഈ ബെഡ്റൂം പൂട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായെന്ന് കമന്റ് ചെയ്യട്ടോ. ജോക്കുട്ടാ, ഇറ്റ്സ് മീ അന്ന ജോൺസൺ. ഭയങ്കര ഹാപ്പി ലൈഫാ. ടെലിഫോൺ മണി പോൽ കിളി. കേട്ടോ പാട്ട് കേട്ടോ. എന്ത് ജോക്കുട്ടാ, ടെലിഫോൺ മണി പോൽ എപ്പ തുടങ്ങിയ പാട്ടാന്നറിയാം. വേഗം ഇറങ്ങി വാ. ഞാൻ ജോൺസേട്ടായിക്കുള്ള അച്ചാർ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അടുത്ത ദിവസം ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ജോൺസേട്ടായിക്ക് കുറച്ച് മീൻ അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണ്.
കപ്പ ബിരിയാണിക്കുള്ള എല്ലടുപ്പത്ത് സാലഡായി ഒരു ട്രിപ്പ് എല്ല് വേവിച്ച് കപ്പ ഓൺ ദ വേ. അമ്മായി അടിച്ചു വാരി തുടയ്ക്കുന്നു. ഇന്നലത്തെ സാമ്പാർ കുറച്ച് ചോറുണ്ട്, തിളപ്പിച്ച് വാർക്കണം. ഇന്ന് നമുക്ക് കപ്പ ബിരിയാണിക്ക് പപ്പടം കൂടി ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു ട്രിപ്പ് കപ്പയായിട്ട് 2 ട്രിപ്പായിട്ടാണ് കപ്പ വരും. കാരണം അളവ് കപ്പ ബിരിയാണിക്ക് നല്ല ചൂട് ജീരകവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ചാറ്, ഇന്നത്തെ ചോറ് തിളപ്പിച്ചാർത്ത്. ഇനി ഒരു ട്രിപ്പ് കപ്പയും കൂടെ അതിനകത്ത് ഇടാനുണ്ട്. പിന്നെ കപ്പ ബിരിയാണിക്ക് ജോൺസേട്ടേക്ക് പോവുക. ജോൺസേട്ടേക്ക് കടയിൽ സ്റ്റാഫിൻ്റെ ആരോ മരിച്ച്. നമ്മുടെ സോണി ചേച്ചിനോട് വർത്താനം പറഞ്ഞുകൊണ്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഇന്നൊക്കെ തലയ്ക്കും ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോ ഉണ്ടാവുള്ളൂ. അടുത്ത ചക്കയിടാം. ഈ കാസറോള് വേറെ ആരതോ ആണ്, ആരതാന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മുടെ കപ്പ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റായിട്ട് കേട്ടോ. ഇനി ഇതൊക്കെ കൂടെ കൂട്ടി പിടിച്ചിളക്കാനുള്ള പരിപാടിയിലാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, കുറേ കറിവേപ്പിലിടണം. അങ്ങനെ കുറച്ച് അന്തികർമ്മങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനത്തെ വീഡിയോ. നമ്മുടെ കപ്പ ബിരിയാണിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ അമ്മായി കപ്പ ബിരിയാണി കൂട്ടി വരക്കണ കണ്ടാ ഞങ്ങളിതാ കപ്പ ബിരിയാണീൻ്റെ സൈഡായിട്ട് നല്ല ഇന്നലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് കാണാൻ വന്നപ്പോൾ നല്ല കണ്ണിമാങ്ങാച്ചാർ കൊണ്ടു തന്നു. എല്ലാ സാധനങ്ങളും സെറ്റാട്ടോ. പിന്നെ ഇത്രയും പാത്രങ്ങളിൽ നമുക്ക് ഇന്ന് കപ്പ ബിരിയാണി കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഒക്കെ ജോൺസന്റെ ഫ്രണ്ട്സ് അതെ, ഇത് ജോൺസേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഇല്ലാത്ത സമയത്ത് ജോൺസേട്ടയ്ക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കണതാണ്. പിന്നെ അപ്പൊ ആ പാത്രത്തിലൊക്കെ നമ്മൾ തിരിച്ച് കപ്പ ബിരിയാണി ഇട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അന്നന്റെ കപ്പ ബിരിയാണിന്റെ അരിയത്തേക്ക് ആരും വരൂലേ? വേറെ അത് അമ്മായി കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കപ്പ ബിരിയാണി കഴിച്ചിട്ട് അവര് ചോദിച്ചാൽ എങ്ങനെയുണ്ട്. അമ്മായി പറയണേ എന്റെ അന്ന ഉണ്ടാക്കുന്ന അത്ര കൊള്ളൂല. കോഴിക്കോട് തന്നെ വീട്ടിൽ ഞാൻ പ്ലേറ്റ് എടുക്കാം. നമ്മുടെ കപ്പ ബിരിയാണി ഒക്കെ സെറ്റായിട്ട് നമ്മൾ തിന്നാൻ തുടങ്ങാൻ കേട്ടോ. ഞാനും എൻ്റെ അമ്മായും കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് എൻ്റെ അമ്മയ്ക്കും അസ്മത്താത്തിക്കൊക്കെ ഉള്ള കപ്പ ബിരിയാണി ആയിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. നമുക്ക് പോകാല്ലേ അമ്മായി? നമ്മളിനി കൽപ്പറ്റയ്ക്ക് കപ്പ ബിരിയാണി ഒക്കെ തിന്ന്. അതെ, ഇനി നമ്മള് കോഴിക്കോട് അറിയാം. അമ്മായി പറഞ്ഞില്ല കോഴിക്കോട് വരൂ, ഇരിക്കൂ, തിന്നു. ഇതൊക്കെ മാറ്റി തിന്നുകൊണ്ടേ ഇരിക്കുന്നു. വരൂ, ഇരിക്കൂ, തിന്നു, ടേസ്റ്റ് അറിയൂ. അമ്മായി പരസ്യമൊക്കെ സ്വന്തം ഉണ്ടാക്കി. നമ്മള് കോഴിക്കോട് കപ്പ ബിരിയാണി കട തുടങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അസ്മത്താത്തിന്റെ വീട്ടിലൊക്കെ പോയി അവിടത്തെയും കുറച്ച് വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഓട്ടോയിലാട്ടോ പോകുന്നത്. നല്ല ദിവസം ഉണ്ടല്ലേ അമ്മായി ഓട്ടോയിൽ പോവാ? എനിക്കാണോ സുന്ദരി? അത് നമ്മൾ ഓട്ടോറിക്ഷയിലും പോകും, ബസ്സിലും പോകും, വിമാനത്തിലും പോകും. നമ്മളാരല്ലേ? അമ്മയ്ക്കുള്ള കപ്പ ബിരിയാണി ഇവിടെ കൊടുത്തു. ഇനി ഞാനും അമ്മായും കൂടെ അസ്മത്താത്തേക്കുള്ള കപ്പ ബിരിയാണി കൊടുക്കാൻ പോവാ. ജോജിനെ കണ്ടിട്ട് വന്നേ. ജോജി ഹൈറ്റ് വെച്ച് ഹൈറ്റ് വെച്ചെന്ന് കാണിച്ചു തരാം. നമ്മൾ അമ്മേനെ കൂട്ടി വരും. ശരിക്കും അമ്മ ഞാൻ അസ്മത്താത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അസ്മത്താത്തേക്ക് കൊടുത്തിട്ടുണ്ട്. 6 വയസ്സാകുമ്പോ എത്രയാവും ജോജി? ഇപ്പൊ 5.5. 6 വയസ്സാകുമ്പോ എത്രയാവും നീ? അമ്മ ജോജുവിനാണ് ബേക്കറി കൊടുക്കുന്നത് എനിക്കാണോ? അമ്മക്ക് ജോജുവിനെയാണോ കൂടുതൽ ഇഷ്ടം, അന്നേനെയാണോ? ആരാണ് ഇഷ്ടം? വേണ്ട, അന്നാൻറ്റീനെ മാത്രം. അന്നാൻറ്റീൻ്റെ ഞാനിപ്പോ എനിക്ക് തന്നമ്മേനെ. അവനറിയാം ഞാൻ അടി. ആരുടെ അമ്മേന്നൊക്കെ ചോദിച്ചു. ഇതെന്റെ അമ്മേന്റെ ചെടികളൊക്കെ, ചെടിയിലെ പൂവൊക്കെ പോയി തോന്നില്ലേ അമ്മായി? നമ്മൾ അസ്മത്താത്തേക്ക് കപ്പ ബിരിയാണി എടുക്കാം. ഞാൻ പിടിക്കാതെ അവർ പിടിക്കൂ, നിങ്ങൾ പിടിക്കൂ. അമ്മായിക്ക് പിന്നെ വെയിറ്റ് ഒക്കെ എടുത്ത് നല്ല ശീലം. അയ്യോ, ഞാൻ എൻ്റെ ഫോൺ എടുത്തില്ല. കുഴപ്പമുണ്ടോ? ആടെ കിടന്ന് വിളിക്കും. അയ്യോ എടുത്തേക്കല്ലേ. ഞങ്ങളിതാ അസ്മത്താൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. കപ്പ ബിരിയാണിയും കൊണ്ട് പോവുക.
കണ്ടോ അസ്മതന്റെ അടുക്കളയ്ക്ക് എന്താ സൂപ്പർ വൃത്തിയാന്നുണ്ടോ. ഇതുപോലൊരു വീട് എവിടെ അസ്മതെന്താ കഥ, എന്താ കഥ? എന്റെ പള്ളി അസ്മതാത്തന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നത്. കുട്ടി വന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അതന്നെ, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ബിസിയാണ്. അസ്മതാന്റെ വീട് എന്ത് സൂപ്പർ സുന്ദര വൃത്തിയാന്ന് കണ്ടോ. അമ്മായിൻ്റെ വീടും കണ്ട് എന്താ അടിപൊളി. അസ്മത്താത്തൻ്റെ വീട്ടിൽ ഞാൻ അമ്മായിൻ്റെ വീട്ടിലേക്ക് ചാടി വന്നു കേട്ടോ. എന്താ വൃത്തി, എന്താ വൃത്തി. അമ്മായിയേ ഇങ്ങനെ മൊഞ്ചാക്കി ഇങ്ങനെ ഇടുന്നുണ്ടല്ലോ. അമ്മായിൻ്റെ ചിരി നോക്കിക്കേ. ഒന്ന് അടുക്കള തന്നെ കാലിയായിരിക്കും, ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അല്ലേ. പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ അമ്മായി. ഇതെന്താ ബാത്റൂം അല്ലേ? ബാത്റൂം ഈ ഒരു ബാത്റൂമേ ഉള്ളൂ. പൊളിയാണ് അമ്മായി. ബാത്റൂം വരെ ധൈര്യത്തിൽ തുറന്ന് കാണിക്കുന്നുണ്ടോ, അത്രയ്ക്ക് വൃത്തിയാണ്. നീ അടുക്കള വന്നിട്ടുണ്ടോ അമ്മായി? അവിടെ എന്താണ്? ആഹാ, ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണല്ലോ അമ്മായി ഒരു ദിവസം. വിറകടുപ്പുണ്ടോ? അതിലല്ലേ, നമുക്ക് വിറകടുപ്പ് സെറ്റ് ആക്കിയിട്ട് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കാത്ത നിങ്ങൾക്ക് എന്തിനാ 2 ഗ്യാസും കുറ്റി കാണണ്ട. ഇപ്പൊ ആൾക്കാർ വായ്പ വെച്ചാൽ ഞാൻ അറിയില്ലേ. എന്തോരം പാത്രങ്ങളൊക്കെ ഞങ്ങൾ ഒരു സാധനം ഉണ്ടാക്കാത്ത നിങ്ങൾക്ക്. ആ അവരുപയോഗിച്ചല്ലേ. അമ്മായി ഞാൻ പോവാ കേട്ടോ. ജോൺസേട്ടൻ ഇപ്പൊ എന്നെ കൂട്ടാം. ഒന്നും വേണ്ട, എന്നെ ഇപ്പൊ ജോൺസേട്ടൻ കൂട്ടാൻ വേണ്ടി ടാറ്റ പറഞ്ഞേക്ക് എല്ലാരോടും. കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അമ്മായിന്റെ എലമെന്റിന്റെ സാധനമൊക്കെ വേണമെങ്കിൽ അമ്മായിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ കേട്ടോ. അമ്മായിന്റെ നമ്പർ ഞാൻ തരാം. ഇന്ന് ഇവർ എന്നോട് ഭയങ്കര കോംപ്രമൈസ്. എനിക്ക് എന്താ സ്നേക്ക് ലാഡർ തരാന്നെടാ. കളിക്കാൻ എന്നെ കൂട്ടുകയല്ലേ നീ? കളിക്കാൻ നമുക്ക് കളിക്കാടി. മേരി സ്നേക്ക് ലാഡർ കളിക്കാ. ഇതിനകത്ത് എന്തൊക്കെയോ കരുക്കളില്ലല്ലോ. ഉണ്ടല്ലേ? കളിക്കാമാ ബാ. 4 ആക്കും കൂടെ കളിക്കാമാ. തെറ്റുവോ? ആ അത് ഞാൻ പിടിച്ചു. അവനെ ഞാൻ ശരിയാക്കി കളയുന്ന. എന്നോടെ കളിയാണ്ട്. അവിയല് അമ്മയൊക്കെ മൺചട്ടിക്കകത്തുള്ള പരിപാടിയാണ്. മാങ്ങ അമ്മ എനിക്ക് കടുപ്പം കുറച്ച് മതി കേട്ടോ. മധുരം ഉള്ളിക്ക് ആ കാണിക്ക്. ജോപ്പ അന്നാൻറ്റീനെ കൂട്ടാൻ വരുമ്പോ നീ പറയണം പോകല്ലേ അന്നാൻറ്റി, പോകല്ലേ പറയണേ. എന്താ പറയാ? അന്നാൻറ്റി ഇവിടെ കിടന്നോട്ടേന്ന് ജോപ്പപ്പനോട് ചോദിക്കണേ. നീ ചോദിക്കോ? നീ കൊണ്ടോക്കോന്ന് പറയും. നീ അല്ലേ ആള്. എന്താ വീട്ടില് ചെമ്പില് കേബേജപ്പം. അവന്റെ മുഖം കണ്ടറിയാലോ. ഡാ നിന്റെ കൂടെ കള്ളക്കളിക്ക് ഞാനില്ല കേട്ടോ. ഞാൻ ഇവിടെ എത്തിയതല്ലേ. നീ എന്നെ എന്ത് വകയല്ലേ ഇവിടെ കൊണ്ടുവച്ചേ? നിന്നല്ലേ ഈ പാമ്പ് കടിച്ചത് ഇല്ലേ? നിന്റെ കള്ളക്കളിക്ക് ഞാനില്ല കേട്ടോ. പൊയ്ക്കോ. ഞാനുമില്ല. അതന്നെ ഞാനുമില്ല. അപ്പൊ അതെ എന്നെ കൂട്ടാൻ ജോൺസേട്ടായി വന്നു. ഞാൻ പോവാ കേട്ടോ. എന്നെ കാണും മുമ്പ് ജോൺസേട്ടനെ കണ്ട അവിടെ ഇറങ്ങുന്ന ഒരാളുണ്ട്, ജോജു. അവർ ജോൺസേട്ടായിനെ ഭയങ്കര കാര്യം. ജോൺസേട്ടന് തിരിച്ചു അങ്ങനെ കേട്ടോ. ആ പോയി. എന്നാ ജോപ്പപ്പേന്ന് പറഞ്ഞു പോയി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയിലെ സ്റ്റാഫിന്റെ ആരോ മരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മരിച്ച വീട്ടിലേക്ക് പോകണം. അമ്മ പോട്ടെ. ഗുഡ് നൈറ്റ്. ജോജു പോട്ടെ. അപ്പുറം ഇറങ്ങാൻ പേടിയാ, പേടിത്തോട്ടെ. പാമ്പും കോണിയും കളിച്ച് തോറ്റിട്ട് കരഞ്ഞവൻ. നല്ല തണുപ്പ്. ജോൺസേട്ടന്റെ വണ്ടിയിൽ എന്താ AC ഒന്നിലാണല്ലോ. എന്നിട്ട് എനിക്ക് തണുക്കുന്നത്. ജോൺസേട്ട ഉച്ചയ്ക്ക് കപ്പ ബിരിയാണി കഴിച്ചില്ല കേട്ടോ. നമ്മൾ മരണ വീട്ടിലൊക്കെ പോയി വന്നു. ഞാൻ അങ്ങോട്ട് കയറിയൊന്നുമില്ല, ജോൺസേട്ടായി കയറിയും. പിന്നെ ഇതേ ജോൺസേട്ട ഇപ്പോഴാട്ടോ കപ്പ ബിരിയാണി കഴിക്കുന്നത്. ടേസ്റ്റി ആണോ ജോൺസേട്ടായി? ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഒന്നും കൂടെ ചൂടാക്കേണ്ടി വന്നു. സൂപ്പറാ. പതിവ് പോലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നു പോയാച്ച്. വന്ന് സുഖമായി കിടന്നുറങ്ങി. ഞാൻ എൻ്റെ മുടി ബോട്ടക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം എന്താ അറിയില്ല, വലിയ റിസൾട്ടൊന്നുമില്ല. പിന്നെ മുടി ഇങ്ങനെ നരക്കുന്നുണ്ട്, പ്രായമായില്ലേ. അപ്പോൾ ഓക്കെ, ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, വേഗം കാണാം. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം മനോസ്. തിന്നുകൊണ്ടേയിരിക്കും.